ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാവയ്ക്കായും മാങ്ങായും കൂടെ ഒരു ചാറുകറി വെച്ചാലോ. നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് പാവയ്ക്കായും മാങ്ങായും ചാറുകറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചാറുകറി വെച്ചാലോ. പച്ചമാങ്ങ പാവയ്ക്ക ചാറുകറി വെച്ചാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞ് പെറുക്കി എടുത്തുകൊണ്ടിരാവേ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇതെല്ലാം അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇന്നെല്ലാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ഞാൻ ഒരു പാവയ്ക്കയാണ് എടുത്തേക്കുന്നത്. നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിനകത്തേക്ക് ഞാൻ ഒരു മാങ്ങ, ഇതുണ്ട് ഒത്തിരി പുളിയുള്ള മാങ്ങയല്ല, ഒരു മാങ്ങ അതും ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടണം. അതിന് ഞാൻ പേസ്റ്റ് ആട്ടോ ചേർക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി അരിഞ്ഞിടാം, വെളുത്തുള്ളി അരിഞ്ഞിട്ടാൽ മതി. ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തേ. നമുക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അവനവൻ്റെ ഇഷ്ടം. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്ന ഒരു സവോള, ഞാൻ ഒരു ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 10 കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില, കറിവേപ്പിലയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനുണ്ടെങ്കിൽ ഇച്ചിരി ഏറെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടി ഐറ്റംസ്: 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടി, ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂണ് വിനാഗിരി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് ഇത് നല്ലപോലെ ഈ വിനാഗിരി, എണ്ണയും ഉപ്പും നമ്മുടെ ഈ മസാല ഐറ്റംസ് എല്ലാം കൂടെ നന്നായിട്ട് തിരുമുമ്പോഴത്തേക്ക് നല്ലൊരു മണം ഓട്ടോ വരുന്നത്, നല്ല അടിപൊളി ഒരു ഇതാണ് വരുന്നത്. നമ്മുടെ മാങ്ങായിലെല്ലാം നല്ലപോലെ ഇനി നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞൊരു 15 മിനിറ്റ് നമുക്കിതിങ്ങനെ നല്ലപോലെ ഒന്ന് തിരുമ്മി ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ തട്ടിപ്പൊത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങാ ചിരണ്ടി നമുക്കതിൻ്റെ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതങ്ങനെ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പാവയ്ക്കായും മാങ്ങായും കൂടെ നമ്മൾ വെച്ചു. നമ്മൾ ഒരു തേങ്ങയുടെ 2ാം പാൽ ഞാൻ എടുത്തതേ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് കറിക്ക് എന്തായാലും ചാറൊക്കെ വേണം, അല്ലെങ്കിൽ അതനുസരിച്ച് വേണം നമുക്ക് പാലൊഴിച്ച് കൊടുക്കുക. അത് 2ാം പാലിനകത്ത് കിടന്ന് ഇതെല്ലാം കൂടെ ഒഴിച്ച് കൊടുത്തിന്. ഇപ്പോൾ ഈ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നോക്കണം, ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ല കയ്പില്ലാത്ത പാവയ്ക്ക, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കുന്നത്. കയ്പൊന്നുമില്ല, നല്ല വെള്ളപ്പാവയ്ക്കയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കറി അവിടെ ഇരുന്ന് നല്ലപോലെ വേകട്ടെ. ഇതൊന്ന് മൂടി വെക്കാം. നമ്മുടെ പാവയ്ക്ക മാങ്ങ കറി എന്തുവായെന്ന് നോക്കാം. നല്ലപോലെ ഇത് നമ്മുടെ പാലിനകത്ത് കിടന്ന് തിളച്ച് ആകുന്നുണ്ട്. നമുക്കിത് പാവയ്ക്ക ഒന്ന് വെന്തോന്ന് നോക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി വെച്ചിട്ട്. പാവയ്ക്ക വെന്തിട്ടുണ്ട്. ഈ ഒഴിച്ച തേങ്ങാപ്പാൽ 2ാം പാലൊന്ന് കുറുകി പറ്റി വരണം. അപ്പോഴത്തേക്ക് നല്ലപോലെ നമ്മുടെ മാങ്ങായും വെന്തു. മാങ്ങായ്ക്കൊന്നും ഒത്തിരി വേവില്ലല്ലോ, പാവയ്ക്കായ്ക്കും ഇല്ല, വെന്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഒന്നുകൂടെ അതിനകത്ത് കിടന്നൊന്ന് വേകട്ടെ. അപ്പോൾ അതെങ്ങനെ നമ്മുടെ പാവയ്ക്കായും മാങ്ങായും നല്ലപോലെ വെന്ത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോകണ്ട, അതുകൊണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ടെല്ലാം. പാവയ്ക്കായും മാങ്ങായും ഒക്കെ നമ്മുടെ 2ാം പാലിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തലപ്പാൽ 1ാം പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. നമ്മുടെ നല്ല
കട്ടിയായിട്ടുള്ള ഒന്നാം പാല് ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് തിളയ്ക്കൊന്നും വേണ്ട. ഇനി ഒന്ന് ചെറുതായിട്ട് അങ്ങനെ കുളുകുളാൻ തിളച്ച് പോകരുത് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതുകൊണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി തിക വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെച്ച് നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇത് ഒത്തിരി ഒന്നാം പാൽ ഒഴിച്ചിട്ടെങ്കിൽ തിളച്ച് പോകേണ്ടത് കൊണ്ട് ഇങ്ങനെ തിളച്ച് ഒന്ന് വെച്ചാൽ മതി. പിന്നെ നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കടുക് വറുക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാവേ. ഞാനൊരു 3-4 കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഒരു ഗോൾഡൻ കളറാവുന്നോടം വരെ. ഇനി നമുക്ക് ഒരു 2 വറ്റൽമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ നമ്മളിത് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ച് നല്ലപോലെ ഒരു ഗോൾഡൻ കളറാവുന്നോടം വരെ അങ്ങനെ നമ്മുടെ ഗോൾഡൻ കളറായി. നമുക്കിനിയിപ്പം നമ്മുടെ ഉള്ളി ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാങ്ങ പാവയ്ക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് അങ്ങനെ നമ്മുടെ പാവയ്ക്ക മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക മാങ്ങ കറിയൊക്കെ വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയൊന്ന് വെക്കണം. അടിപൊളി ടേസ്റ്റാണ്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എപ്പോഴും പറയുന്നത് നമ്മുടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു.